ലോക ക്രിക്കറ്റിലെ പല വമ്പൻ റെക്കോർഡുകളും തകർത്തു മുന്നേറുന്ന ഇംഗ്ലീഷ് സൂപ്പർ താരം ജോ റൂട്ട് മറ്റൊരു ചരിത്ര നേട്ടത്തിന് തൊട്ടരികയാണ്. ഓസ്ട്രേലിയക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന 5ാം ആഷസ് ടെസ്റ്റിൽ ജോ റൂട്ട് തന്റെ കരിയറിലെ 67ാം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറിയാണ് നേടിയത്. വെസ്റ്റ് ഇൻഡീസ് താരത്തെ പിന്നിലാക്കി ടെസ്റ്റ് അർദ്ധ സെഞ്ചുറിയുടെ കാര്യത്തിൽ 2ാം സ്ഥാനം ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ റൂട്ടിന് കഴിഞ്ഞു. നേരത്തെ ശിവനരൈൻ ചന്ദ്രപോളിനൊപ്പം 2ാം സ്ഥാനം പങ്കിടുകയായിരുന്നു റൂട്ട്. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം അർദ്ധ സെഞ്ചുറികൾ നേടിയ റെക്കോർഡ് സച്ചിൻ ടെണ്ടുൽക്കറുടെ പേരിലാണ്. സച്ചിന്റെ ഈ റെക്കോർഡിന് ഇനി അധികം ആയുസ് ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സച്ചിൻ ടെണ്ടുൽക്കർ നേടിയ 68 ടെസ്റ്റ് അർദ്ധ സെഞ്ചുറികൾ എന്ന റെക്കോർഡിനൊപ്പം എത്താൻ റൂട്ടിന് ഒരു 50 കൂടി നേടിയാൽ മതിയാകും. സംഭവബഹുലമായ ടെസ്റ്റ് കരിയറിലൂടെ പല റെക്കോർഡുകളും തകർത്ത റൂട്ട് അടുത്ത ഏതാനും ഇന്നിംഗ്സുകൾക്കുള്ളിൽ ഏറ്റവും അധികം ടെസ്റ്റ് അർദ്ധ സെഞ്ചുറികൾ എന്ന റെക്കോർഡ് സ്വന്തം പേരിൽ എഴുതി ചേർക്കും. 163 ടെസ്റ്റുകൾ കളിച്ച റൂട്ട് ഇത് 3ാം തവണയാണ് സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ കളിക്കുന്നത്. ഇതോടെ സിഡ്നിയിൽ 5 ഇന്നിംഗ്സുകളിൽ 3 അർദ്ധശതകങ്ങൾ നേടാൻ റൂട്ടിന് കഴിഞ്ഞു. 2018 ഓസ്ട്രേലിയക്കെതിരെ ഇതേ മൈതാനത്ത് 83-58 എന്നിങ്ങനെ റൂട്ട് സ്കോർ ചെയ്തിരുന്നു. സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആഷസ് പരമ്പരയിലെ 5ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലാണ് റൂട്ടിന്റെ അർദ്ധ സെഞ്ചുറി പ്രകടനം വന്നത്. 1ാം ദിനം സ്റ്റംപ് എടുക്കുമ്പോൾ ഇംഗ്ലണ്ട് 3 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് നേടിയിട്ടുണ്ട്. ആകെ 45 ഓവറുകൾ മാത്രമാണ് മത്സരം ആദ്യ ദിനം നടന്നത്. മഴയും ഇടിമിന്നലും ഉണ്ടായതിനെ തുടർന്ന് നേരത്തെ കളി അവസാനിപ്പിക്കുകയായിരുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സാക് റൗളി 16 റൺസ് എടുത്തും ബെൻ ഡെക്കറ്റ് 27 റൺസ് എടുത്തും ജേക്കബ് ബെത്തൽ 10 റൺസ് എടുത്തും പുറത്തായി. ഇതോടെ 57-3 എന്ന നിലയിലായി ഇംഗ്ലണ്ട്. ഓസ്ട്രേലിയക്ക് വേണ്ടി മിച്ചൽ സ്റ്റാർക്കും മൈക്കൽ നെസറും സ്കോട്ട് ബോളണ്ടും ഓരോ വിക്കറ്റുകൾ വീതം വീഴ്ത്തി. തകർച്ച മുന്നിൽ കണ്ട ഇംഗ്ലണ്ടിനെ ജോ റൂട്ടും ഹാരി ബ്രൂക്കും ചേർന്നാണ് കരകയറ്റിയത്. 103 പന്തിൽ 72 റൺസ് എടുത്ത റൂട്ടും 92 പന്തിൽ 78 റൺസ് എടുത്ത ഹാരി ബ്രൂക്കുമാണ് ക്രീസിലുള്ളത്. ഈ ടെസ്റ്റിൽ സെഞ്ചുറി നേടാനായാൽ സിഡ്നിയിൽ ജോ റൂട്ട് നേടുന്ന ആദ്യ സെഞ്ചുറി എന്ന ചരിത്രം പിറക്കും. ടെസ്റ്റിൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ നേടിയ താരങ്ങളിൽ 2ാം സ്ഥാനത്താണ് റൂട്ട്. 107ാമത്തെ 50+ സ്കോറാണ് ഈ മത്സരത്തിൽ പിറന്നത്. 119 തവണ ടെസ്റ്റിൽ 50 റൺസിലധികം സ്കോർ ചെയ്തിട്ടുള്ള സച്ചിനാണ് ഇക്കാര്യത്തിൽ 1ാം സ്ഥാനത്ത്. സിഡ്നിയിൽ നടക്കുന്ന അവസാന ആഷസ് ടെസ്റ്റിനുള്ള പ്ലേയിങ് 11-ൽ ഇരു ടീമുകളും സ്പെഷ്യലൈസ്ഡ് സ്പിന്നറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. 138 വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ് ഒരു സ്പിന്നറെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താതെ സിഡ്നി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയ കളിക്കാൻ ഇറങ്ങുന്നത്. ഇതിനു മുമ്പ് 1888-ലാണ് സിഡ്നിയിൽ സ്പിന്നർ ഇല്ലാതെ ഓസ്ട്രേലിയ ടെസ്റ്റ് കളിച്ചത്. 5 ടെസ്റ്റ് മത്സരങ്ങൾ അടങ്ങിയ ആഷസ് പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങളും വിജയിച്ച ഓസ്ട്രേലിയ നേരത്തെ തന്നെ പരമ്പര സ്വന്തമാക്കിയിരുന്നു. പെർത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ 8 വിക്കറ്റുകൾക്കായിരുന്നു ഓസ്ട്രേലിയയുടെ വിജയം. 2ാമത്തെ ടെസ്റ്റിന് മുമ്പ് പ്രൈം മിനിസ്റ്റേഴ്സ് 11-ഉം ഇംഗ്ലണ്ട് 11-ഉം തമ്മിൽ നടന്ന സന്നാഹ മത്സരം സമനിലയിൽ അവസാനിച്ചു. 2ാമത്തെ ടെസ്റ്റിലും ഓസ്ട്രേലിയ 8 വിക്കറ്റിന് വിജയിച്ചു. 3ാമത്തെ ടെസ്റ്റിൽ 82 റൺസിനായിരുന്നു ഓസ്ട്രേലിയയുടെ വിജയം. എന്നാൽ മെൽബണിൽ വെച്ച് നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇംഗ്ലണ്ട് 4 വിക്കറ്റുകൾക്ക് വിജയിച്ചു. പരമ്പര 3-1 ഓസ്ട്രേലിയ വിജയിച്ചെങ്കിലും അവസാന മത്സരത്തിൽ ആശ്വാസ വിജയം നേടാനാകുമെന്നാണ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.